എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോ. ഇന്ന് നമ്മുടെ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ CNG ആണ്. ടാക്സി വാഹനമാണ്. ഏകദേശം ഒരു 70,000 കിലോമീറ്ററിന് മുകളിൽ ഓടിയിട്ടുള്ള ഒരു വാഹനമാണ്. ഈ ഒരു വാഹനത്തിന്റെ ഓണർഷിപ്പ് റിവ്യൂ ആണ് നമ്മളിന്ന് പറയാനായിട്ട് പോണത്. ഇന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ടാക്സി ഫീൽഡിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ CNG വാഹനം പ്രിഫർ ചെയ്യണത്, അതുപോലെ തന്നെ CNG വാഹനത്തിന്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ, പിന്നെ ഈ ഒരു വാഹനം എന്താ പറയുക ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ മാരുതി സുസുക്കി CNG വാഹനങ്ങൾ ഇറക്കുമ്പോൾ അവരുടേതായിട്ടുള്ള കുറച്ച് സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യണത്. പക്ഷെ അതിലുപരി നമുക്കൊരു വാഹനത്തിൽ എന്തൊക്കെ നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിലായിട്ട് പറയാനായിട്ട് പോണത്. അതിനോടൊപ്പം തന്നെ എനിക്കൊരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട്, ഇതൊരു റിക്വസ്റ്റ് ആണ്, വേറെ ഒന്നുമില്ല. കാരണം നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക. നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിടുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാരുതി സ്വിഫ്റ്റ് ഡിസയറിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി വരുന്ന സമയത്ത് ഇതിൽ ഒരു ആക്സസറീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വണ്ടി വെറും എന്താ പറയുക, വണ്ടി മാത്രം, വേറെ ഒന്നുമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതിൽ 60,000 രൂപയുടെ ആക്സസറീസ് ആണ് നമ്മുടെ ഫ്രണ്ട് ചെയ്തിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫോഗ് ലാമ്പ്, സീറ്റ് കവർ, ഫ്ലിപ്പ് കീ, സെൻട്രൽ ലോക്ക്, അതുപോലെ തന്നെ പവർ വിൻഡോ. ഇതാണ് ഇതിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ചെയ്തപ്പോൾ വണ്ടിക്ക് ഏകദേശം ഒരു 60,000 രൂപയുടെ മുകളിൽ വന്നു. ഇതിൽ സെറ്റിനൊക്കെ കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഉള്ളിൽ പോയി ജസ്റ്റ് കാണിച്ചു തരാം. ഇത് എൻ്റെ ഫ്രണ്ടാണ് വിജീഷിൻ്റെയാണ് ഈ വാഹനം. വിജീഷാണ് ഇതിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിജീഷിൻ്റെ അടുത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കാം. വിജീഷ്, അപ്പോൾ എത്രയായി വണ്ടിക്ക്? എത്ര റേറ്റ് ആയി? വണ്ടിക്ക് 8,16,000 ഓൺ റോഡ് പ്രൈസ് അല്ലേ? ഓക്കെ. അപ്പോൾ 8,16,000 രൂപയാണ് നമ്മുടെ CNG ഡിസൈറിന്റെ റേറ്റ്. നമുക്ക് ഉള്ളു തുറന്നിട്ട് ആക്സസറീസും കാര്യങ്ങളും നോക്കിയാലോ? ഓക്കെ. പവർ വിൻഡോ അല്ലേ? ഓക്കെ. ഇതാണ് പവർ വിൻഡോന്റെ എക്സ്ട്രാ ചെയ്തിട്ടുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ. വിജീഷ്, അപ്പോൾ പവർ വിൻഡോന് എത്ര റേറ്റ് ആയതാണ്? പവർ വിൻഡോന് $11,000 ആയല്ലേ? ഇനിയിപ്പോ നമുക്ക് സീറ്റ് കവർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സീറ്റ് കവറൊക്കെ അതിഗംഭീരമായിട്ട് നല്ല അടിപൊളി കളറായിട്ടുണ്ടാവും. നമ്മുടെ നേവി ബ്ലൂ, നല്ല അടിപൊളി, നല്ല സ്റ്റിച്ചിങ്. പിന്നെ ഇത് നല്ല ഇരിക്കാൻ നല്ല സുഖമാണല്ലോ. അതെ, ഇത് ഇരിക്കാൻ നല്ല സുഖമാണ്. ഇത് സെപ്പറേറ്റ് ആണ്. ഇത് ഒരു 1,200 ആയി. ആംറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ സെറ്റ് അല്ലേ പറഞ്ഞാണ്? സെറ്റ് ഒന്ന് തുറന്നു കാണിച്ചു തന്നെ. ഇതാണ് സെറ്റിന്റെ ഓപ്ഷൻ അല്ലേ? മാരുതിയുടെ എംബ്ലൊക്കെ വരുന്നുണ്ടല്ലോ വിജീഷ. ഇതെല്ലാം സെറ്റിലും വരും. ഏത് വണ്ടി എന്ന് വെച്ചാൽ ആ സെറ്റിന്റെ നമുക്ക് ആക്കാം. അങ്ങനെയൊക്കെ ആക്കാൻ പറ്റും? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അടിപൊളിയാണല്ലോ. ഇതിൽ നമുക്ക് റിവേഴ്സ് ക്യാമറയും റിവേഴ്സ് ക്യാമറ അല്ല, ഫ്രണ്ട് ബാക്ക് റെക്കോർഡിംഗ് തോന്നുന്നുണ്ടല്ലേ? റേറ്റ് ഒന്ന് 25. ഇത് $25,000 ആയില്ലേ? ഒന്ന് എടുത്താൽ നമുക്കൊന്ന് കാണിച്ചു തരാം. ഇതാട്ടോ, ഇതിൽ മറ്റേ ഫ്രണ്ടും ബാക്കും റെക്കോർഡിംഗ് ഉണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് അല്ലേ? പിന്നെ ബാക്കിലെ സീറ്റും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക്. ഇതാണ് ബാക്കിലെ സീറ്റ് തന്നെ. ബാക്കിലെ സീറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ആ ഒരു സെയിം കളർ തന്നെ. പിന്നെ ഇവിടെ നമ്മുടെ ഹാൻഡ് റെസ്റ്റ് ചെയ്യുന്ന ഭാഗത്ത് ബാക്കിലേക്ക് അതുമാതിരി ഫ്രണ്ടിലും എല്ലായിടത്തും ഈ ഒരു കളറിൽ തന്നെ ആംബിയൻസ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലിപ്പ് കീ എങ്ങനെയാ വിജീഷ് നോട്ടാ? ഫ്ലിപ്പ് കീ ഇത് നോർമലി വരുമ്പോൾ നോർമൽ കീ ആണ് സുസുക്കിയുടെ വരുന്നത്. നോർമൽ കീ ആണ് ശരിക്കും. ഇതിപ്പോ നമുക്ക് വിജീഷ് ഫ്ലിപ്പ് ആക്കിയിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റേ സെൻട്രൽ ലോക്ക്. ഇത് ഡിക്കി തുറക്കണല്ലേ? അല്ല, ഡിക്കി തുറക്കില്ല. ഡിക്കിയില്ല അല്ലേ? ഇത് ലോക്ക് ആക്കണല്ലേ? ഓക്കെ. പിന്നെ ഇതിന് സെൻട്രൽ ലോക്കിന് ഒരു പ്രത്യേകത, അടയ്ക്കുമ്പോ ഗ്ലാസ് തന്നെ കയറുന്ന ഒരു പരിപാടിക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതൊന്ന് കാണിച്ചേ. ഫുള്ള് തുറന്നിട്ടുണ്ടല്ലേ? ജസ്റ്റ് ഒരെണ്ണം തുറന്നാൽ മതി. മതി. ഇനി ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കാണുന്ന ആൾക്കാർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ ലോക്ക് ചെയ്ത് നമ്മൾ ഗ്ലാസ് കയറ്റാൻ പറഞ്ഞാലും ഇതുമ്മ ജസ്റ്റ് ലോക്ക് ചെയ്താൽ മതി. നമ്മളിപ്പോ എവിടെയെങ്കിലും പോവാണ്, വണ്ടി നമ്മൾ തുറന്നിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിപ്പോ ഗ്ലാസ് കയറ്റില്ല, വണ്ടി ജസ്റ്റ് നമ്മളൊന്ന് എവിടെയെങ്കിലും ഒക്കെ മാറ്റിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ലോക്ക് ആക്കി കഴിഞ്ഞാൽ തന്നെ ഗ്ലാസ് ഓട്ടോമാറ്റിക് കയറിക്കോളും. കുഴപ്പമില്ലല്ലേ? ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു സേഫ്റ്റിയുടെ ഒരു മെയിൻ സംഭവമാണ് കേട്ടോ. അല്ലെങ്കിൽ വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ എപ്പോൾ പോയിന്ന് വെച്ചാൽ മതി. വിശേഷം നിനക്ക് ഈ വണ്ടിയിൽ തോന്നിയിട്ടുള്ള ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ എന്താ? പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ CNG വണ്ടിയാണ്. നമുക്ക് ഡിക്കി സ്പേസ് തീരെ ഉണ്ടാവില്ല. ഡിക്കി സ്പേസ് ഉണ്ടാവില്ല. ഡിക്കി ഒന്ന് തുറന്ന് കാണിച്ചു തരാൻ പറ്റും നമുക്ക്? വണ്ടിയിലെ ഡിക്കി തുറന്നിട്ടുണ്ട്. ഇതിലിപ്പോ എത്ര പെട്ടി കയറ്റാൻ പറ്റും നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഒറ്റ പെട്ടിന് കയറുള്ളൂ അല്ലേ? ചെറിയ പെട്ടിയാണെങ്കിൽ 2 കയറും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മീഡിയം സൈസ് ആണെങ്കിൽ കേറില്ല അല്ലേ? 2 പെട്ടി വെച്ചാൽ ഈ ഒരു ഹൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ബാഗ് കയറുള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ ഇത് അവർക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ എങ്ങനെ ഇപ്പൊ എവിടെ വെക്കാല്ലേ? അത് തന്നെയാണ് ആലോചിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഒരു കാരിയർ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 3-4 പെട്ടിയിൽ കയറില്ലേ? കുഴപ്പമില്ല. അതന്നെ നല്ലത്. പിന്നെ ഇവിടെ
സൈഡിൽ മറ്റേ ഡോറിന്റെ സൈഡിലുള്ള ബീഡിങ്ങുകളും കാര്യങ്ങളും വീൽ കപ്പ് ഇതൊക്കെ നമ്മുടെ വിജീഷ് എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഈ വണ്ടിയിലേ നമ്മുടെ ഈ ഫോഗ് ലാമ്പിന്റെ സ്വിച്ചും മറ്റുള്ള സ്വിച്ചുകളൊക്കെ കമ്പനി ചെയ്തിട്ടുള്ള പോലെയുള്ള രീതിയിൽ ടച്ച് ചെയ്തിട്ടുള്ള ഇതൊക്കെയാണ് സ്വിച്ച് വരുന്നത്. അപ്പുറത്തെ ഫോഗ് ലാമ്പിന്റെ ഇത് ആംബിയൻസ് ലൈറ്റ് അല്ല, ഇത് ആംബിയൻസ് ലൈറ്റ്, ഇത് ഫോഗിന്റെ, ഫോഗ് ഇത് മറ്റേ CNG പെട്രോളിന് CNG കൺവേർട്ട് ചെയ്യാനുള്ള സ്വിച്ച്. ഓക്കെ, ആ ആംബിയൻ ലൈറ്റ് വന്നിട്ട് നമ്മുടെ കാലിന്റെ അവിടെ ആംബിയൻ ലൈറ്റിന്റെ സെപ്പറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടോ. നീ ഇത്ര നാളും ഡീസൽ വണ്ടിയല്ലേ യൂസ് ചെയ്യുന്നത്, ഈ ഒരു CNG വണ്ടിയിലേക്ക് വന്നിട്ട് എന്താണ് ഒരു മാറ്റം തോന്നുന്നത്? CNG വണ്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റണ്ണിങ് എക്സ്പെൻസ് വളരെ കുറവാണ്. അതായത് എന്ന് പറഞ്ഞാൽ മറ്റേ എനിക്ക് ഡീസൽ വണ്ടി ഉള്ളപ്പോ ഓൾമോസ്റ്റ് ഒരു 6 rupees ഒരു കിലോമീറ്ററിന് പെർ കിലോമീറ്റർ 6 രൂപ ഉണ്ടായിരുന്നു. ഇതാ ഇപ്പൊ 3 രൂപ അല്ലെങ്കിൽ അതിലും താഴെയാണ് ഒരു കിലോമീറ്ററിന്, നേർപകുതി. അതായത് ഡീസലിൽ നിന്ന് CNGയിലേക്ക് വന്നപ്പോ എക്സ്പെൻസ് നേർപകുതി ആയിരുന്നു, അതായത് ഫ്യൂൽ എക്സ്പെൻസ് നേർപകുതി. മൈലേജ് എത്ര കിട്ടുന്നു നമ്മുടെ വണ്ടിക്ക്? മൈലേജ് എന്ന് പറഞ്ഞാൽ കമ്പനി 32 ആണ് പറയണത്, പക്ഷെ 32 അല്ല, അതിലും കൂടുതൽ കിട്ടുന്നുണ്ട്. എനിക്ക് 33, 34, 35 വരെ കിട്ടിയിട്ടുണ്ട്. അതായത് നോർമലായിട്ട് 33 എനിക്ക് നിലവിൽ സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 33 കമ്പനി പറയണതിനേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ട്. മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ നല്ല മൈലേജ്. നമ്മളൊരു എക്സാമ്പിൾ ഒരു കോയമ്പത്തൂരൊക്കെ പോവാണെങ്കിൽ 35 ഗ്യാരണ്ടിയാണ്, 35 ഗ്യാരണ്ടി. അതായത് വേറെ കാര്യം ശ്രദ്ധിക്കട്ടാ, എനിക്കൊരു ബുള്ളറ്റ് ഉണ്ട്, അതിന് ഏകദേശം 30 മൈലേജ്. ഇത് ഞാൻ പറഞ്ഞാൽ അത് കൊടുത്തിട്ട് ഞാൻ കാർ വാങ്ങിക്കാൻ പോകും, കാരണം എനിക്ക് അതിന്റെ യൂസും അതിനേക്കാളും നല്ല യൂസ് ഇതിൽ നടക്കും. കാരണം ഒരു ബൈക്കിന്റെ മൈലേജ് ഒക്കെ വരണ ഒരു കാറാണ് CNGക്ക്. കേട്ടാ 72,525 കിലോമീറ്റർ ഈ ഒരു വാഹനം കേട്ടാ, 2023 മോഡല് വാഹനമാണത് CNG. ഈ വാഹനത്തിൽ ഇരുന്നിട്ട് കസ്റ്റമറുടേതായിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസും കാര്യങ്ങളും അവര് യാത്ര ചെയ്തിട്ട് അവരെങ്ങനെയുണ്ട്, യാത്രാ സുഖവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള എങ്ങനെയാ, ഒരു പോസിറ്റീവ് ആണോ? പോസിറ്റീവ് എന്ന് പറഞ്ഞാല് എന്റെ ഒരു മുന്നേ ഫോർഡ് എസ്പയർ ആയിരുന്നു ആ കസ്റ്റമർ തന്നെ ഇപ്പോൾ ഈ വണ്ടിയിലുള്ളത്. ഇതിന്ന് മാറിയപ്പോ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് ബാക്ക് സീറ്റ് വെയില് ഡയറക്റ്റ് അടിക്കുന്നുണ്ട്. ബാക്ക് സീറ്റ് വെയില് ഡയറക്റ്റ് അടിക്കും, അതായത് ഗ്ലാസ്സിൽ കൂടെ ഡയറക്റ്റ് വെയിലടിക്കുന്നുണ്ട്. പിന്നെ ലോങ് യാത്ര പോകുമ്പോ ബാക്കില് ഫോർഡ് എസ്പയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് യാത്ര സുഖം കുറവാണ്. പിന്നെ ഫോർഡ് ആയിട്ട് കമ്പയർ ചെയ്യേണ്ട. ഫോർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറച്ചുകൂടി വെയിറ്റും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള വണ്ടിയാണ്, കുറച്ചുകൂടി ബോഡി വെയിറ്റ് കൂടിയിട്ടുള്ള വണ്ടിയാണ്, സ്റ്റെബിലിറ്റി കൂടിയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ എന്താ പറയുക, ആ ഒരു വാഹനത്തിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ ഒരു പോരായ്മ പറഞ്ഞത്. സത്യത്തിൽ ഇത് ഈ ഒരു സെഗ്മെന്റിലുള്ള വാഹനം തന്നെയാണ് അതും. പക്ഷെ എന്നാലും ഇപ്പോൾ നമുക്കറിയാം ഈ വാഹനത്തിനും അതിനും തമ്മിൽ കർബോഹൈഡ്രേറ്റിൽ നല്ല മാറ്റമുണ്ട്. അപ്പോൾ ആ ഒരു വാഹനത്തിന് ഏകദേശം 1.2 ഒക്കെയാണ് വരുന്നത് അതിന്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് 1 ടണ്ണും 200 കിലോനൊക്കെയാണ് വരുന്നത്. ഇതിന്റെ വെയിറ്റ് എത്ര ഏകദേശം 800 സംതിങ് 800 സംതിങ് ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ആണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത അടിയിൽ. അപ്പോൾ ആ ഒരു വെയിറ്റിന്റെ ഡിഫറൻസിലാണ് നമുക്ക് ഈ യാത്രസുഖവും കാര്യങ്ങളൊക്കെ കുറവായിട്ട് ഫീൽ ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. നമ്മളിപ്പോ കസ്റ്റമറുടെ കാര്യം പറഞ്ഞു. വിജീഷിന് ഈ ഒരു വാഹനം ഓടിച്ചിട്ട് എന്താണ് വിജീഷിന്റെ എക്സ്പീരിയൻസ് പറയുന്നത്? ഓടിച്ചിട്ട് പറയുകയാണെങ്കിൽ വീണ്ടും ഞാൻ ഫോർഡ് കമ്പയർ ചെയ്യണ കാരണം ഞാൻ പറയാം ആസ്പയറായിട്ട് കമ്പയർ ചെയ്യില്ല. കാരണം അത് ഡീസലാണ്, 1.5 ആണ്, 100 bhp ആണ്, 250 Nm ടോർക്കാണ്. ആ ഒരു വാഹനത്തിന് വെച്ചിട്ട് CNG വാഹനം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു സെഗ്മെന്റിലെ ഒരു എന്താ പറയാ, ഒരു റോക്കറ്റ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർഡ് എസ്പയറിനെ പറയാം. ആ ഒരു വാഹനത്തിനെ കമ്പയർ ചെയ്യണ്ട, വിട്ടേക്ക്. ഈ ഒരു വാഹനത്തിനെ പറ്റി മാത്രം പറഞ്ഞാൽ മതി. ഇതിനെ ഓടിക്കുമ്പോ എന്താണ് തോന്നുന്നത്? ഇതിനെ ഓടിക്കുമ്പോ തോന്നണത് ഇത് ഭയങ്കരമായിട്ട് പവർ കുറവുണ്ട്, ലാഗ് ഉണ്ട്, പെട്ടെന്ന് പിക്കപ്പ് കിട്ടില്ല, അതായത് അതെന്താ അറിയോ വിജീഷ്, ഞാൻ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിജീഷിന് ആസ്പയർ ഓടിക്കുന്ന സമയത്ത് കാല് കൊടുക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, വണ്ടി സഡൻ കയറി പോകുന്നുള്ള ഒരു കോൺഫിഡൻസ്. പക്ഷെ ഇത് സഡൻ കയറി പോകാത്ത കാരണം വിജീഷിന് ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വണ്ടീനെ അറിഞ്ഞോടിക്കുക. അതായത് എന്റെ കയ്യിലിരിക്കുന്ന വണ്ടി ഇതാണ്, ഇതിന് ഇത്രത്തോളം പറ്റുള്ളൂ. അപ്പൊ ഇതിനും കൂടുതൽ ഞാൻ ആഗ്രഹിക്കില്ല, അത് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ കുഴപ്പമില്ല. ഞാൻ ഇതിലും പവറുള്ള വണ്ടി ഓടിച്ചോണ്ടാണ് ഈ പ്രശ്നം, അതുകൊണ്ടാണ് ഒരു പ്രശ്നമില്ല. പിന്നെ അല്ലെങ്കിലും CNG വാഹനം നമുക്ക് എല്ലാവർക്കും അറിയാം. CNG വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CNGയുടെ ഫയറിംഗ് റേഷ്യോയില് മാറ്റമുണ്ട്, BHPയിൽ മാറ്റമുണ്ട്. പിന്നെ ഇത് ഇത്രയും മൈലേജ് വരുന്നൊരു വാഹനല്ലേ. വേറൊരു കാര്യം പറയാണ്ട്, ഇത് ഈ വണ്ടിയുടെ CNG യൂസ് ചെയ്താലും ഇതിൽ പെട്രോൾ ഉണ്ട്, പെട്രോൾ ഇട്ടാലും സെയിം പവർ ആട്ടാ, നമുക്ക് അറിയാൻ പറ്റില്ല. അതല്ലേ, പെട്രോൾ ആണെങ്കിലും ഈ പവർ ഈ വണ്ടിക്ക് ആ പവർ ഉള്ളൂ. വേറെ ഡീസൽ വണ്ടി അല്ലെങ്കിൽ വേറെ വണ്ടി CNG അല്ലാണ്ട് നമ്മള് മാരുതിയുടെ അല്ലാണ്ട് വേറെ വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പവർ കുറവാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മള് വേറെ വണ്ടി പവർ ഇല്ലാത്ത വണ്ടി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് നോർമൽ പഴയ ഇതിന്റെ തന്നെ വാഗണർ ഓടിച്ചിരുന്നെങ്കിൽ ഇതിലേക്ക് മാറുമ്പോൾ നമുക്ക് വലിയ
ചേഞ്ച് അറിയില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഡീസലിൽ നിന്ന് നേരെ ഇതിലേക്ക് വന്നതുകൊണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് വ്യത്യാസം മാറ്റം കാണിക്കുന്നത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് ഓടിക്കുക. വാഹനം ഈ ഒരു മാരുതിയുടെ വാഹനം ആയതുകൊണ്ട് മാത്രമല്ല പറയണത്. ഞാനൊക്കെ ആ ഒരു അവസ്ഥയിലൂടെ എന്താ പറയാ കടന്നു വന്നിരിക്കുന്ന ഒരാളാണ്. അധികം ആയിട്ടില്ല. അപ്പോൾ നമ്മളെന്താ പറയാ, നമ്മളെങ്ങനെ ശ്രദ്ധിച്ച് ഓടിച്ചാലും നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കും ആ ഒരു മനോഭാവം ആ ഒരു ബോധവും വേണം. ഇല്ലാത്തടത്തോളം കാലം നമ്മളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നൂലുമ്മ ഞാത്തിട്ട ക്ലിപ്പിന്റെ അവസ്ഥയാണ്. എപ്പോൾ വേണമെങ്കിലും കാറ്റടിച്ചാൽ തെറിച്ച് പോവാം. അതുപോലെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ലൈഫ്, കാരണം ടാക്സിക്കാരുടെയൊക്കെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവും പകലും നമ്മൾ ഈ വളയം പിടിച്ചിരിക്കുക, ഉറക്കുളച്ച് വണ്ടി ഓടിക്കുക, നമുക്ക് നമ്മുടെ ഫാമിലി, നമ്മുടെ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നൂറുകൂട്ടം ടെൻഷനുകളും കാര്യങ്ങളായിട്ട് നമ്മൾ ഓടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഹനം എന്താ പറയാ, വാഹനമാണ് നമുക്ക് ഏറ്റവും വലുത്. നമ്മൾ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതിനായിട്ട് കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മളൊരു വാഹനത്തിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിത് എല്ലാവരും കൂടി കേൾക്കാനാണ് പറയണേ. നമ്മൾ ഒരു വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റും ഇതുപോലെ വാഹനങ്ങൾ വരുന്നുണ്ട്, ഓപ്പോസിറ്റും ഇതുപോലെ ആൾക്കാർ വരുന്നുണ്ടെന്നൊക്കെ കരുതിയിട്ട് ഓടിക്കുക. പിന്നെ ഇതൊക്കെ കുറച്ച് എന്താ പറയുക ബലക്കുറവുള്ള വാഹനമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മൈലേജും കാര്യങ്ങളൊക്കെ തരുന്നത് കൊണ്ടും കുറച്ച് വെയിറ്റ് കുറവ്, ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും തട്ടുമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ വളരെ വലുതായിരിക്കും. മറ്റുള്ള വലിയ വാഹനങ്ങളെ പോലെ ഇപ്പോൾ ഫോർഡിന്, ഫോക്സ്വാഗന് അങ്ങനത്തെ വാഹനങ്ങളെ പോലെയൊക്കെയുള്ള ഒരു ബലവും കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഈ ഒരു വാഹനത്തിന് വരില്ല. അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ഓടിക്കുക, കുറച്ച് കാമായിട്ട് ഓടിക്കുക, എന്തിലും ഒരു സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോവുക. ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ അപ്പുറത്തും വാഹനങ്ങളൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ടൊക്കെ ഓടിക്കുക. ഇതൊരു റിക്വസ്റ്റാണ്. കാരണം എനിക്കിപ്പോൾ അങ്ങനെ ഒരു ചതി പറ്റിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയണത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ CNG ഡിസൈറിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വരുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിടുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ കാണാം.